ഓക്കെ, നമുക്ക് അടുത്ത നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവരെയും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ ഭാഗങ്ങൾ പഠിക്കുകയുണ്ടായി. ആ ചാപ്റ്ററിന് ചിലപ്പോൾ അത് തീരും. ഇനി അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ശ്രദ്ധിക്കാം. മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. Microeconomics is the branch of economic analysis which studies the economic behavior of individual unit. Macroeconomics is that branch of economic analysis which studies the economic behavior of not one particular unit but all units combined together. The words micro and macro is derived from the Greek word mikros and macros. Micro means small, macro means large. അതിനുശേഷം നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഫങ്ഷൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്, ഇമ്പോർട്ടൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്, ലിമിറ്റേഷൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. എന്നിട്ട് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് ഓർ ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930s എന്ന ഒരു ഭാഗം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കാര്യത്തില് 1-2 പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞുതരാം. മാക്രോ എക്കണോമിക്സ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ J.M. Keynes. The general theory of employment, interest and money in his famous work written in 1936. It was a Keynesian revolutionized macroeconomics. It is also called Keynesian revolution. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതായത് ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ഉദയം കൊള്ളാനുള്ള കാരണമുണ്ട്, അല്ലെങ്കിൽ 1930 ഗ്രേറ്റ് ഡിപ്രഷൻ, ലോക സാമ്പത്തിക മാന്ദ്യം ഉണ്ടായത് 1930-ലാണ്. അപ്പോഴ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നത് J.M. കെയ്ൻസ് ആയിരുന്നു. അദ്ദേഹം 1936 ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം എഴുതുകയുണ്ടായി. അതായത് പണം, പലിശ, തൊഴിൽ എന്നിവയുടെ പൊതു സിദ്ധാന്തം എന്ന പുസ്തകം അത് എഴുതി. ആ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ ഇത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വിപ്ലവാത്മകമായ മാറ്റം എന്ന് ഇതിനെ വിളിച്ചു. അതുകൊണ്ട് ഇതിനെ പിൽക്കാലത്ത് കെയ്നീഷ്യൻ റെവല്യൂഷൻ, കെയ്ൻസിന്റെ വിപ്ലവം എന്ന് വിളിച്ചു. ഞാൻ ഒന്നുകൂടെ പറയുന്നു. മാക്രോ എക്കണോമിക് തിയറി വാസ് പോപ്പുലറൈസ്ഡ് ബൈ J.M. Keynes. The general theory of employment, interest and money in his famous work written in 1936. It was Keynes revolutionized macroeconomics. It is also called Keynesian revolution. Okay. എന്നാൽ ഇതിന്റെ ബാക്കി ഭാഗത്ത് ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു നിർത്തുകയുണ്ടായത്.
ഇനി അതിന്റെ ബാക്കി ഭാഗത്തേക്ക് നമ്മൾ പോകുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ക്ലാസിക്കൽ ഐഡിയ ഓഫ് ഫുൾ എംപ്ലോയ്മെന്റ്. നോക്ക്, ക്ലാസിക്കൽ ഐഡിയ ഓഫ് ഫുൾ എംപ്ലോയ്മെന്റ് ആൻഡ് ഓട്ടോണമസ് function of economy were proved wrong by the Great Depression of 1930. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസിക്കൽ ഐഡിയ ഓഫ് ഫുൾ എംപ്ലോയ്മെന്റ് ആൻഡ് ഓട്ടോണമസ് ഫങ്ഷൻ ഓഫ് എക്കോണമി പ്രൂവ്ഡ് റോങ് ബൈ ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930. 1930കളിലെ ലോക സാമ്പത്തിക മാന്ദ്യത്തിന്റെ തെറ്റായിട്ടുള്ള ഒരു തെളിവായിരുന്നു പൗരാണിക കാലഘട്ടത്തിലുള്ള മൊത്ത തൊഴിലവസരങ്ങളുടെ ആശയം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്തിന് സാമ്പത്തിക പുരോഗതി ഉണ്ടാകണമെങ്കിൽ ആ രാജ്യത്ത് അത്യന്താപേക്ഷിതമായി നിൽക്കുന്ന ഒന്നാണ് പണം. 1930 സാമ്പത്തിക മാന്ദ്യം ഉണ്ടായതുകൊണ്ട് ലോക രാജ്യങ്ങളിലെ വിപണികൾ എന്നത്തേക്കുമായി അവസാനിച്ചു. അതുകൊണ്ട് ക്ലാസിക്കൽ ഐഡിയ ഓഫ് ഫുൾ എംപ്ലോയ്മെന്റ് ആൻഡ് ഓട്ടോണമസ് ഫങ്ഷൻസ് ഓഫ് എക്കോണമി പ്രൂവ്ഡ് റോങ് ബൈ ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930. ഈ കാലഘട്ടത്തിൽ many banks was failure. ധാരാളം ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ ഇല്ലാതായി. കാര്യം, ലോക രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടിരുന്നത് അമേരിക്കയിലെ ന്യൂയോർക്ക് സ്റ്റോക്ക് ആയിരുന്നു. അതൊന്നും പുസ്തകത്തിലില്ല, പറഞ്ഞേ ഉള്ളൂ. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴ് ഈ ബാങ്കിൽ സൂക്ഷിച്ചിരുന്ന പണമെല്ലാം ഇല്ലാതായി. ലോക രാജ്യങ്ങൾക്ക് കടം കൊടുക്കാൻ ബാങ്കിൽ പൈസ ഇല്ലാതെ നിൽക്കുമായി അടച്ചുപൂട്ടി. ബാങ്കിൽ പണമില്ലെങ്കിൽ അതെന്ത് ചെയ്യും? ആ ബാങ്ക് പൂട്ടേണ്ടി വരും. അതുകൊണ്ട് 1930 ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായതോടുകൂടി അനേകം ബാങ്കുകൾ അടച്ചുപൂട്ടി. മെനി ബാങ്ക്സ് വെയർ ഫെയിലുവർ. എന്നിട്ട് അൺഎംപ്ലോയ്മെന്റ് ഷോട്ട് അപ്പ് ഫ്രം എന്ന് സംബന്ധിച്ച് നോക്കാം. 3% in 1929 to 25% in 1933. നോക്ക്, 1929 3% തൊഴിലില്ലായ്മ 1933 ആയപ്പോഴേക്കും 25% കണ്ട് വർദ്ധിച്ചു. അതിന്റെ കാരണം എന്താണ്? ലോകത്ത് സമ്പത്തില്ല, പണമില്ല. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ പോലെ തന്നെ ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്തെല്ലാം ഈ കൊറോണ എന്നറിയപ്പെടുന്ന മഹാമാരിയെ ഇല്ലാതാക്കാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ പണം മുടക്കുന്നു.
അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ അധികവും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ആരും പൈസ ഇല്ല. അപ്പോൾ തൊഴിലില്ലായ്മ രൂക്ഷമാണ്. അതുപോലെ 1930-കളിലെ സാമ്പത്തിക മാന്ദ്യം അനേകം ബാങ്കുകളെ അടച്ചുപൂട്ടേണ്ടതായി വന്നു. 1929-ൽ 3% തൊഴിലില്ലായ്മ 1933 ആയപ്പോഴേക്കും 25% കണ്ട് വർദ്ധിച്ചു. Classical idea of full employment and autonomous function of the economy proved wrong by the Great Depression of 1930. Many banks are failure. Unemployment shot up from 3% in 1929 to 25% in 1933. മനസ്സിലായല്ലോ മക്കളെ? ദാറ്റ് ഈസ് ദ ക്ലാസസ് ഓഫ് ഈ സാഹചര്യങ്ങളാണ് മാക്രോ എക്കണോമിക്സിന്റെ എമർജൻസിയുടെ ഉദയം കൊണ്ടാണ് കാരണം. അപ്പൊ നമുക്കൊന്ന് അമേരിക്കയുടെ സാമ്പത്തിക പ്രശ്നം നമ്മളെ എങ്ങനെ ബാധിക്കുന്നു? അപ്പൊ അമേരിക്ക എന്ന സ്ഥലത്തെ സാമ്പത്തിക മാന്ദ്യം നമ്മളെ ബാധിക്കുന്നത്, നമ്മളെ സംബന്ധിച്ച് നമ്മൾ അവിടെ നിന്നൊക്കെ പൈസ കടം മേടിക്കുന്നു. പൈസ കിട്ടാതെ വരുമ്പോൾ അതിന്റെ പ്രത്യാഘാതം ഓരോരുത്തരിലും വരും. അതുകൊണ്ടാണ് ഈ മാക്രോ എക്കണോമിക്സിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു കൊടുത്ത ഗ്രേറ്റ് ഡിപ്രഷനായി കണക്കാക്കിയത്. അപ്പോൾ 3% തൊഴിലില്ലായ്മ 20% വർദ്ധിച്ചപ്പോഴത്തേക്ക് അതൊരു ആഗോള വ്യാപനമായി മാറി. അപ്പൊ ഈ ചെറുതായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് എഴുതി വെക്കണം. ഇതാണ് ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായതെന്ന് 1930 ആദ്യമായി തൊഴിലില്ലായ്മ ഉണ്ടായത് US പറയാൻ പറ്റൂല. ആദ്യ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായത് USA യൂണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ്. അമേരിക്കയിൽ തൊഴിലായ്മ ഉണ്ടായപ്പോഴാണ് ബാങ്കുകൾ അടച്ചുപൂട്ടിയത്. 1929 3% തൊഴിലായ്മ 1933 ആയപ്പോഴേക്കും അത് 25% അത് വർദ്ധിച്ചു. മനസ്സിലായ മക്കളെ? അപ്പോൾ 1936 JM കെയ്ൻസ് എന്നറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രകാരൻ പണം, പലിശ, തൊഴിൽ എന്നിവയുടെ സിദ്ധാന്തം പുസ്തകം എഴുതി. ഈ പുസ്തകത്തെ കെയ്നീഷ്യൻ റവല്യൂഷൻ എന്ന് വിളിച്ചു. കൂടാതെ ഇത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വിപ്ലവമായ മാറ്റത്തിന് കാരണമായി. 1930 ലോക സാമ്പത്തിക മാന്ദ്യം മൂലം തൊഴിലില്ലായ്മ രൂക്ഷമായി എന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിൽക്കാലത്ത് ഇതിന് വളരെ മാറ്റമുണ്ടായി. ലോക സാമ്പത്തിക മാന്ദ്യം മൂലം ധാരാളം ബാങ്കുകൾ എന്നേക്കുമായി അടച്ചുപൂട്ടി. 1929 3% തൊഴിലില്ലായ്മ 1933 ആയപ്പോഴേക്കും 20% വർദ്ധിച്ചു. ആദ്യമായി തൊഴിലില്ലായ്മ ഉണ്ടായത് USA-യിലാണ്. The classical idea of full employment and autonomous function economy proved wrong by the Great Depression of 1930. The banks were failure. Unemployment shot up from 3% in 1929 to 20% in 1933. എന്നിട്ട് ഇതിനകത്തുള്ള പുസ്തകത്തില് നമ്മുടെ നോട്ടിൽ വരാത്ത 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. ഒന്നാമത്തത്, ഇതിനെ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് വിളിച്ചു. ഇൻവിസിബിൾ ഹാൻഡ് എന്ന് ഈ ഗ്രേറ്റ് ഡിപ്രഷൻ വിളിച്ചു. അദൃശ്യഹസ്തങ്ങൾ, നമ്മൾ അറിയാതെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ടു. ഇത് പറഞ്ഞ ആള് ആരെന്ന് ചോദിച്ചാൽ JB സേ എന്ന കക്ഷി പറഞ്ഞതാണ്. The Great Depression of 1930 is invisible hand on the economy. സമ്പദ് വ്യവസ്ഥയിലെ അദൃശ്യ ഹസ്തങ്ങളെന്ന് ഗ്രേറ്റ് ഡിപ്രഷനെ വിളിച്ചാൽ JB സേ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പുസ്തകം എഴുതി. അത് പറയാണ്, സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞത് ആര്? അപ്പോഴ് പ്രധാനം സൃഷ്ടിക്കുന്നു ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. ചോദന ഓടെ
ചോദനം പ്രധാനത്തെ സൃഷ്ടിക്കുന്നു. പ്രധാനത്തിന്റെ ഇതാണ് പ്രധാനം. ചോദനം പ്രധാനത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞ ആളാണ് JB സേ. ഇദ്ദേഹം ഇതിനെ പറഞ്ഞു ഇൻവിസിബിൾ ഹാൻഡ്. അതുകൊണ്ട് ഇതിനെ ജനറൽ തിയറി എന്ന് വിളിച്ചു. ജനറൽ തിയറി. അപ്പോഴ് നമ്മൾ നേരത്തെ വ്യത്യാസം പഠിച്ചു. അഗ്രിഗേറ്റ് തിയറിയും പ്രൈസ് തിയറി. പ്രൈസ് തിയറി എന്ന് പറയുന്നത് മൈക്രോയും, ജനറൽ തിയറി അഥവാ അഗ്രിഗേറ്റ് തിയറി എന്ന് പറയുന്നത് മാക്രോയുമാണ്. അപ്പോൾ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറഞ്ഞതും സപ്ലൈ ക്രിയേറ്റ്സ് ഓർ ഡിമാൻഡ് എന്ന് പറഞ്ഞതും JB സേ ആണ്. ഇത് 1 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് നോട്ട് അയച്ചു തരുമ്പോൾ കൊച്ചുങ്ങൾ വായിച്ചു നോക്കുക. അയച്ചു തരുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. എന്നിട്ട് ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകുന്നു. നമ്മുടെ പുസ്തകത്തിൽ കിടക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പറഞ്ഞാൽ ദ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. അതായത് നിങ്ങളുടെ അനീഷ് സാർ പഠിപ്പിക്കുന്ന 1ാമത്തെ പാഠത്തില് ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നൊരു ഭാഗമുണ്ട്. അതിനകത്ത് സെൻട്രലി പ്ലാൻഡ് എക്കോണമി, മാർക്കറ്റ് എക്കോണമി, മിക്സഡ് എക്കോണമി എന്നിങ്ങനെ 3 ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ സോഷ്യലിസമാണ്. മാർക്കറ്റ് എക്കോണമി വരുന്നത് ക്യാപിറ്റലിസത്തിലാണ്. മിക്സഡ് എക്കോണമി ജോയിന്റ് സെക്ടർ അന്ന് പറഞ്ഞെന്ന് കാണും. അതുകൊണ്ട് ആദ്യം നമ്മൾ പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്നാൽ എന്ത്, ഈ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ പ്രത്യേകത എന്ത് എന്നാണ് ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ലോകത്തിലെ 3 തരം എക്കോണമിയാണ്. സോഷ്യലിസ്റ്റ് എക്കോണമി, ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആൻഡ് മിക്സഡ് എക്കോണമി. അതിന് മറ്റു 2 സാധനം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഞാൻ പറയാം. എന്താണ് ക്യാപിറ്റലിസം? ഇറ്റ് ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം in which all means of productions are owned and controlled by the private individual for profit. Capitalism is an economic system in which all means of productions are owned and controlled by the private individual for profit. എന്താണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി? Capitalism is an economic system in which all means of productions are owned and controlled by the private individual for profit. ഇതാണ് ആദ്യം ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്നാണ് അതിന്റെ പ്രത്യേക ചോദ്യം എഴുതേണ്ടുന്നത്. ഒരു മുതലാളി ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭമാണ്. അപ്പൊ ഇവിടെ മലയാളത്തിനെ പഠിക്കുന്ന കൊച്ചുങ്ങൾക്ക് ലാഭത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഉൽപാദന ഉപാധികളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സ്വകാര്യ വ്യക്തികൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അത്തരം സമ്പദ് വ്യവസ്ഥയെ പറയുന്ന പേരാണ് മുതലാളിത്തം അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അപ്പൊ ലാഭത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഉൽപാദന ഉപാധികളുടെ മുഴുവൻ നിയന്ത്രണവും സ്വകാര്യ വ്യക്തികൾ ഏറ്റെടുത്താൽ അത്തരം സമ്പദ് വ്യവസ്ഥയെ പറയുന്ന പേരാണ് മുതലാളിത്തം.
But capitalism is an economic system in which all means of production are owned and controlled by the private individual for profit. അപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു മുതലാളിയുടെ അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ്വ്യവസ്ഥയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ മുതലാളിത്ത സമ്പദ്വ്യവസ്ഥ, ഇപ്പൊ സോഷ്യലിസ്റ്റ് പറഞ്ഞാല് ജനനന്മ, എന്നാൽ നമ്മുടെ മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ ലാഭവും ഉണ്ട് ജനനന്മയും ഉണ്ട്. നമുക്ക് കാര്യത് ഇനി നോക്കിയാണ് ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം അതാണ് എഴുതാൻ പോകുന്നത്. മുതലാളിത്ത വ്യവസ്ഥയുടെ പ്രത്യേകതകൾ മലയാളക്കാർക്ക് വേണ്ടി. അപ്പൊ അവർ ഇത്രയും മലയാളം എഴുതിയിട്ട് താഴെ പറയുന്ന നിരവധി പ്രത്യേകതകൾ മുതലാളിത്ത സമൂഹത്തിലുണ്ട്. The following are the important features of capitalist economy. ഒന്ന്, പ്രൈവറ്റ് പ്രോപ്പർട്ടി. സ്വകാര്യ സ്വത്ത് മലയാളം. പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഇപ്പൊ ഒരു മുതലാളി ആവണമെങ്കിൽ അയാൾക്ക് സ്വത്ത് വേണം. അതുകൊണ്ട് ഒന്നാമത്തെ പ്രത്യേകത പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്ത്. രണ്ടാമത്തെ പോയിന്റ് പ്രത്യേകത എന്ന് പറഞ്ഞാല് മാർക്കറ്റ് മെക്കാനിസം, കമ്പോള സംവിധാനം ഉണ്ടാവണം. അയാൾ നിർമ്മിച്ച സാധനങ്ങള് അയാൾക്ക് ഇഷ്ടമനുസരിച്ച് ഇഷ്ടപ്പെട്ട വിലയ്ക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ കൊടുക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതാണ് മാർക്കറ്റ് മെക്കാനിസം, കമ്പോള സംവിധാനം. അടുത്തെന്ന് പറയുന്നത് പ്രൈവറ്റ് എന്റർപ്രൈസസ്. പ്രൈവറ്റ് എന്റർപ്രൈസസ്, സ്വകാര്യ സംരംഭം ഉണ്ടായിരിക്കണം. അപ്പൊ പ്രൈവറ്റ് പ്രോപ്പർട്ടി, മാർക്കറ്റ് മെക്കാനിസം, പ്രൈവറ്റ് എന്റർപ്രൈസസ്. അടുത്ത കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ ഉണ്ടാവും, മത്സരം ഉണ്ടാവും. ഇനി ഒരെണ്ണം അവിടെ ഉണ്ടോ പറയുന്നത്, അത് ഏന്ന് ചോദിച്ചാല് പ്രോഫിറ്റ് മോട്ടീവ്. ഇപ്പൊ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയെ കുറിച്ച് എന്ത് ചോദിച്ചാലും ഇത്രയും കാര്യങ്ങൾ എഴുതിയിരിക്കാം. 3 മാർക്കിന്റെ ചോദ്യമാണ്. ഇപ്പൊ ഫീച്ചേഴ്സ് എന്ന് പറയുന്നു പ്രൈവറ്റ് പ്രോപ്പർട്ടി, മാർക്കറ്റ് മെക്കാനിസം, പ്രൈവറ്റ് എന്റർപ്രൈസസ്, കോമ്പറ്റീഷൻ ആൻഡ് പ്രോഫിറ്റ് മോട്ടീവ്. ഇപ്പൊ ക്യാപിറ്റലിസം ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം in which all means of production are owned and controlled by the private individual for profit. The following are the important features of capitalist economy. Number 1, private property. Number 2, market mechanism. Number 3, private enterprises. Number 4, competition. And last, profit motive. മലയാളക്കാർക്ക് വേണ്ടി ലാഭത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഉൽപാദന ഉപാധികളുടെ മുഴുവൻ നിയന്ത്രണവും സ്വകാര്യ വ്യക്തികൾ ഏറ്റെടുത്താൽ അത്തരം സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്തം എന്ന് പറയുന്നത്. മുതലാളിത്തത്തിൽ ധാരാളം പ്രത്യേകതയുണ്ട്. 1, സ്വകാര്യ സ്വത്തുണ്ടാവും. 2, കമ്പോള സംവിധാനം ഉണ്ടാവും. 3, സ്വകാര്യ സംരംഭങ്ങൾ ഉണ്ടാവും. 4, മത്സരം ഉണ്ടാവും. 5, ലാഭമാണ് അയാളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതാണ് ഇതിന്റെ കുറിച്ച്.